നമസ്കാരം. ഇന്ത്യ സഖ്യം തകരുന്ന കപ്പലാണെന്നായിരുന്നു തുടക്കം മുതൽ ബി.ജെ.പിയുടെ പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വാദം തെളിയിക്കാനുള്ള വഴിയാണ് നിതീഷിലൂടെ ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നത്. നിതീഷ് കുമാറിനായി വീണ്ടും വാതിലുകൾ തുറന്നതിന് പിന്നിൽ 28 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നത് ഇല്ലാതാക്കുക, 2024 കൂടുതൽ സുരക്ഷിതമാകുക എന്നാണ് ലക്ഷ്യം. കോൺഗ്രസിന് അടുത്ത തവണ നമസ്കാരം. ഇന്ത്യ സഖ്യം തകരുന്ന കപ്പലാണെന്നായിരുന്നു തുടക്കം മുതൽ ബി.ജെ.പിയുടെ പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വാദം തെളിയിക്കാനായുള്ള വഴിയാണ് നിതീഷിലൂടെ ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നത്. നിതീഷ് കുമാറിനായി വീണ്ടും വാതിലുകൾ തുറന്നതിന് പിന്നിൽ 28 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നത് ഇല്ലാതാക്കുക, 2024 കൂടുതൽ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യം തന്നെ. കോൺഗ്രസിന് അടുത്ത തവണ ഔദ്യോഗിക പ്രതിപക്ഷ പദവി കിട്ടരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് രാഷ്ട്രീയ ചതുരംഗപ്പലകയിലെ ഓരോ കരുക്കളും ബി.ജെ.പി നീക്കുന്നത്. 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ എൻ.ഡി.എക്കൊപ്പമുണ്ടായിരുന്ന ശിവസേന നേടിയത് 18 സീറ്റാണ്. കോൺഗ്രസും എൻ.സി.പിയും ചേർന്ന് 5 സീറ്റ് നേടി. ഇവർ സഖ്യമായി മത്സരിച്ചാൽ മഹാരാഷ്ട്രയിൽ പിന്നോട്ട് പോയേക്കാമെന്ന അപകടം മണത്തറിഞ്ഞ ബി.ജെ.പി ശിവസേനയെ പിളർത്തി ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി. ഇപ്പോൾ പ്രതിപക്ഷം നേട്ടം കൊയ്യുമായിരുന്ന 40 സീറ്റുള്ള ബീഹാറും നിതീഷ് വഴി പിടിച്ചെടുത്തു. 42 സീറ്റുള്ള മറ്റൊരു പ്രതിപക്ഷ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സീറ്റ് വിഭജനം വിജയകരമായില്ലെങ്കിൽ ബി.ജെ.പിക്ക് അത് നേട്ടമാകും. ഇവിടെ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിനെ ശക്തമായി നേരിട്ട് 18 സീറ്റാണ് ബി.ജെ.പി നേടിയത്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുക വഴി ബി.ജെ.പി ലക്ഷ്യമിടുന്നത് ബീഹാറിലെ ഭാവിയാണ്. വികസന നായകനെന്ന് വാഴ്ത്തുപാട്ടുകൾ കേട്ടുന്ന നിതീഷ് ഇപ്പോൾ ബീഹാറിലെ കളം മാറ്റി ചവിട്ടുന്നവനാണ്. സ്വന്തം വോട്ട് ബാങ്കും കുറഞ്ഞു വരുന്നു. 2010 115 സീറ്റ് കിട്ടിയ സംസ്ഥാനത്ത് 2015 71 സീറ്റ്, 2020 ആയപ്പോൾ 43. ബി.ജെ.പിക്ക് ഇങ്ങനെ യഥാക്രമം സീറ്റ് വർദ്ധിച്ചു വരുന്നു. ബീഹാറിൽ നിതീഷിന്റെ തകർത്ത സ്വന്തം ശക്തി കൂടിയാക്കുകയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. നിതീഷിനെ മുഖ്യമന്ത്രിയാക്കി തങ്ങളുടെ കൂടുതൽ നിയന്ത്രണം ലഭിക്കുക എന്ന ആത്മവിശ്വാസവും ബി.ജെ.പിക്കുണ്ട്.